പയ്യാമണ്ണിലാണ് ക്വാറി അപകടം ഉണ്ടായത്. ഹിറ്റാച്ചിക്ക് മുകളിൽ പാറ വീണ് 2 പേർ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ അപകടം അറിഞ്ഞ് ഈ സംഭവ സ്ഥലത്ത് എത്തിയതിന് തൊട്ടുപിന്നാലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് എന്നാണ്. കാരണം ഈ അപകടം സംഭവിച്ചതിന് ശേഷവും ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തിയതിന് ശേഷവും ഈ പാറ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ താഴേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി കൂടുതൽ വിശദമായ പരിശോധന നടത്തുകയാണ്, കാര്യമായ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ പാറ വീണ്ടും അവിടെ നിന്നും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ മുൻകരുതലുകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനും സാധിക്കുകയുള്ളൂ. നിലവിൽ ഈ ഹിറ്റാച്ചിക്കുള്ളിൽ 2 ജീവനുകൾ ഇപ്പോഴുമുണ്ട്. ഈ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അതിലുള്ളത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബീഹാർ സ്വദേശിയും ഒറീസ സ്വദേശിയുമായ 2 ആളുകളാണ് നിലവിൽ അതിലുള്ളത്. അവരെ എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പേരെയും ഈ പാറ മുഴുവനും, ഹിറ്റാച്ചിയുടെ മുകളിൽ നിന്നും പാറ മുഴുവനും മാറ്റിയ ശേഷം മാത്രമേ അവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ നിലവിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കാര്യമായ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതിന് രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ പാറ വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്തേക്കാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നിൽക്കുന്നതും അവിടേക്കാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും വലിയ പ്രതിഷേധം ഈ സംഭവത്തിന് പിന്നാലെ നാട്ടുകാരുടെ, പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം നിലവിൽ കോന്നി പഞ്ചായത്തിൽ തന്നെ ഏകദേശം 8ഓളം കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ പലതും ഇത്തരത്തിൽ ലൈസൻസോ അനുമതിയോ മറ്റനുമതികളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന, നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഏറെക്കാലം മുന്നേ തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചെങ്കുളം കോറിക്കെതിരെയും കഴിഞ്ഞ കുറേയധികം നാളുകളായി പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധവും സമരവും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം കൂടി സംഭവിച്ചിരിക്കുന്നത്. വീണ്ടും പാറ പൊട്ടി വീഴുന്ന സാഹചര്യം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ പൊതുപ്രവർത്തകരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്.